രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം തുടരുകയാണ്. ഇന്ന് ശിവഗിരിയിലാണ് രാഷ്ട്രപതി എത്തുക. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ചടങ്ങിൽ പങ്കെടുക്കും. ആതിര ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ആതിര, രാഷ്ട്രപതിയുടെ ഈ കേരള സന്ദർശനം തുടരുകയാണ്. ഇന്നത്തെ പരിപാടി സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പറയൂ. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം തുടരുകയാണ്. ഇന്ന് രാഷ്ട്രപതി ശിവഗിരി സന്ദർശിക്കും. ഇന്നലെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇത്തരത്തിൽ ശിവഗിരിയിലേക്ക് രാഷ്ട്രപതി പോകുമെന്നുള്ളത്. മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങൾക്കായിട്ട് രാഷ്ട്രപതി എത്തുക. 12:30 സമാധിയിൽ എത്തുന്ന രാഷ്ട്രപതിയെ സന്യാസി വര്യന്മാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ചേർന്നായിരിക്കും സ്വീകരിക്കുക. അതിനുശേഷം മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും രാഷ്ട്രപതി ഇത്തരത്തിൽ മറ്റ് പരിപാടികളിലേക്കൊക്കെ തന്നെ കടക്കുക. രാഷ്ട്രപതിക്കൊപ്പം കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഈ ചടങ്ങിൽ രാഷ്ട്രപതിയുടെ ഒപ്പമുണ്ടാകും. അതിനുശേഷം ധർമ്മസംഘം ട്രസ്റ്റ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ ശിവഗിരിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഈ മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഗതാഗത ക്രമീകരണങ്ങളും ഒക്കെ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഈ ഉച്ചയ്ക്ക് ഏകദേശം 10 മണി മുതൽ ഈ ഹാളിലേക്ക് പ്രവേശനം അനുവദിച്ചു തുടങ്ങും. പക്ഷേ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളവർക്ക് മാത്രമാണ് ഈ രാഷ്ട്രപതിയുടെ ഈ സന്ദർശനത്തോടനുബന്ധിച്ച് ശിവഗിരിയുടെ ഈ ഇത്തരത്തിലുള്ള ഹാളിലേക്കൊക്കെ തന്നെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിലുള്ള തിരിച്ചറിയൽ രേഖകൾ വേണം. ഇത്തരത്തിൽ വാട്ടർ ബോട്ടിലോ മറ്റോ ഒന്നും കയ്യിൽ കരുതാൻ പാടില്ല എന്ന തരത്തിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ശിവഗിരി മഠത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഗതാഗത ക്രമീകരണമാണ്. ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ റോഡ് മാർഗമുള്ള ഗതാഗതമൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സുരക്ഷാ വീഴ്ച ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നിലവിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാഷ്ട്രപതി ശിവഗിരി മഠത്തിലെത്തും. ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ആതിര, മറ്റൊരു കാര്യം, ഇന്നലെ പ്രമാടത്ത് രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലാൻഡിംഗിൽ ലാൻഡിംഗ് പാഡിൽ താഴ്ന്നതിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ സുരക്ഷാ വീഴ്ചയില്ല എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ആ ഒരു വിലയിരുത്തൽ. എന്താണ് ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് നൽകുന്ന വിശദീകരണം? ഇന്നലെ ഈ വലിയ രീതിയിൽ ഈ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന തരത്തിലൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആ വാർത്തകളൊക്കെ തള്ളുകയാണ്. കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഈ കോൺക്രീറ്റിൽ താഴ്ന്നത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരോ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണമോ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സുരക്ഷാ വീഴ്ചയായി വിലയിരുത്താൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പുള്ളത്. ഇതിന്റെ ഈ രാഷ്ട്രപതിയുടെ ഈ സന്ദർശനം സംബന്ധിച്ച് എല്ലാ തരത്തിലുമുള്ള ഈ ഹെലികോപ്റ്റർ മാർഗമുള്ള സന്ദർശനവും അതുപോലെ തന്നെ ഇതെല്ലാം സംബന്ധിച്ച് സേനയാണ് ഇതിന്റെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയത് ഇത്തരത്തിൽ കേന്ദ്രസേനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഒരു സുരക്ഷാ വീഴ്ചയായി ഇത് കണക്കാക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിലവിലുള്ളത്. ഇത് സംബന്ധിച്ച് കേന്ദ്രമോ അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനോ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള വിശദീകരണം തേടലോ മറ്റു നോട്ടീസ് നൽകലോ ഒന്നും തന്നെ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സുരക്ഷാ വീഴ്ചയായി കണക്കാക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് നിലവിൽ സംസ്ഥാന സർക്കാരുള്ളത്.